പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ UDF വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. രമേശ് പിഷാരടി നമുക്കൊപ്പം ചേരുകയാണ്. പാലക്കാട് തൂക്കി ഗംഭീരായി. പ്രതീക്ഷിച്ച വോട്ട് തന്നെയാണ്. ഞാൻ നേരെ പറഞ്ഞല്ലോ, ഈ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ആശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിജയിക്കുക, പാർട്ടി നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിൽ എപ്പോഴും ഒരു മികച്ച വിജയം ഉണ്ടാകണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. അതിലേക്ക് എത്തണം എന്നൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതിലെത്തി. വലിയ സന്തോഷം. വെറുതെ ആണ് വന്ന് വിജയിക്കുകയല്ല, ഇത്തവണ പാലക്കാട് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം BJP വഴിയിൽ വെച്ച് തടയുന്നൊരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏറ്റവും അവസാന ഘട്ടത്തിൽ വോട്ടിന് പണം കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരെ BJP നേരിടേണ്ട സ്ഥിതിയും പാലക്കാടുണ്ടായി. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള വിജയം. അതെല്ലാം മറികടക്കുന്നതും കടപ്പിക്കുന്നതുമെല്ലാം ജനങ്ങളാണല്ലോ. ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുന്നു, ജനങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ജനങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യവും ബോധ്യങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ഒരു സ്ഥലവുമാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ടായ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിൽ നിന്ന് മിസ്സായിക്കൊണ്ടിരുന്നൊരു വാക്കാണ് അത്. അതിലേക്ക് വീണ്ടും വലിയ ആവേശത്തോടെ ജനങ്ങൾ തിരിച്ചെത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു? ഞാൻ നിയമസഭയുടെ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ കർഷകരുടെ കാര്യം ഉന്നയിക്കും. പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഈ പലപ്പോഴും പിഷാരടി ഇവിടെ മത്സരിക്കാൻ വന്ന കാലം മുതൽ തന്നെ പറയുന്നത് പിഷാരടിയെ പാലക്കാട്ടുകാർക്ക് കിട്ടില്ല, ജയിച്ചാൽ തന്നെ കിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ആരാ പറഞ്ഞു വരുത്തിയത്? ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങളല്ലേ, അത് കുറച്ച് കഴിഞ്ഞ് അവർ തന്നെ പറയേണ്ട ഉത്തരവാണ്. ഞാൻ എന്തായാലും കൃത്യമായി വരുന്ന സമയത്ത് തന്നെ എൻ്റെ തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റിയും ഇവിടെ നിൽക്കുന്നതിനെ പറ്റിയും എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത് ഒരു പറഞ്ഞു വരത്തിലാണ്. ഇവിടെ ഉണ്ടാവും, ഇവരോടൊപ്പം ഉണ്ടാവും. ഇവരെന്നെ ഇത്ര വിശ്വസിച്ച് വോട്ട് തന്നവരല്ലേ, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടാവും. ഏതായാലും രമേശ് പിഷാരടി, വലിയ മത്സരമാണ് പാലക്കാട് നടന്നത്. ഏതായാലും ആ മത്സരത്തിനൊടുവിൽ രമേശ് പിഷാരടി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും വിജയിച്ച് വരുന്നാൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി കർഷകർക്ക് വേണ്ടിയാണെന്നുള്ളായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞത്. ആ പ്രവൃത്തി തന്നെ താൻ ആദ്യം വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി തന്നെ താൻ നടപ്പാക്കുമെന്നുള്ളതാണ് രമേശ് പിഷാരടി ഇപ്പോൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.